+2 ക്രിസ്മസ് എക്സാം 2025 ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 15-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊമേഴ്സുകാർക്ക് 15-ാം തീയതി കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ആണ് എക്സാം ആയിട്ടുള്ളത്. 15-ാം തീയതി കൊമേഴ്സുകാരുടെ എക്സാം അക്കൗണ്ടൻസി ആണ്. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസുകാർക്ക് ജോഗ്രഫിയും ഉണ്ട്. 16-ാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ 16-ാം തീയതി +2 സയൻസുകാർക്ക് ഫിസിക്സ് ആണ് എക്സാം ഉള്ളത്. അപ്പൊ 16-ാം തീയതിയാണ് സയൻസിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സ് ആണ് അവരുടെ എക്സാം. അതേപോലെ തന്നെ സോഷ്യോളജി, അതായത് ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജി എക്സാം ഉണ്ട്. പിന്നെ 17-ാം തീയതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 17-ാം തീയതി സയൻസുകാരുടെ സബ്ജക്ട് ബയോളജി ആണ്. 17-ാം തീയതി ബയോളജി ആണ് ഉള്ളത്. കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഴുതുന്ന കുട്ടികൾക്ക് അന്ന് എക്സാം ഉണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അന്നാണ് ഉള്ളത്. പിന്നെ പൊളിറ്റിക്കൽ സയൻസും ഉണ്ട്. ഹ്യൂമാനിറ്റീസുകാർക്ക് പൊളിറ്റിക്കൽ സയൻസും ഉണ്ട്. ഇനി 18-ാം തീയതി എക്സാം ഏതൊക്കെയാ നോക്കാം. 18-ാം തീയതി മാത്തമാറ്റിക്സ് ആണ് എക്സാം ഉള്ളത്. 19-ാം തീയതി എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ്. 20-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ്. 22-ാം തീയതി സയൻസുകാർക്ക് കെമിസ്ട്രി ആണുള്ളത്. ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി ആണുള്ളത്. അതേപോലെ തന്നെ കൊമേഴ്സുകാർക്ക് അന്നത്തെ ദിവസം ബിസിനസ് സ്റ്റഡീസ് ആണ് എക്സാം ഉള്ളത്. അടുത്ത എക്സാം വരുന്നത് 23-ാം തീയതിയാണ്. 23-ാം തീയതി എക്കണോമിക്സ് ആണ് എക്സാം. പിന്നെ വെക്കേഷന് ശേഷം, ക്രിസ്മസ് വെക്കേഷന് ശേഷം സ്കൂൾ തുറന്ന് 6-ാം തീയതിയാണ് എക്സാം ഉള്ളത്. അന്ന് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കമ്പ്യൂട്ടർ സയൻസും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. സയൻസുകാർക്ക് കമ്പ്യൂട്ടർ സയൻസും അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസുകാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമാണ് എക്സാം വരുന്നത്. ഇതാണ് 2025 ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം കണ്ടു നോക്കാവുന്നതാണ്. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.